കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പൊഴിയൂരിലെ തീരദേശ മേഖലകൾ സന്ദർശിച്ചു. കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. കടൽഭിത്തി നിർമ്മാണവും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ നിന്നും ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രി തീരദേശവാസികൾക്ക് ഉറപ്പു നൽകി. വിവിധ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തിയാണ് മന്ത്രി മടങ്ങിയത്. പൊഴിയൂരിലെ കടലാക്രമണ ഭീഷണി രൂക്ഷമായ വിവിധ മേഖലകളിലാണ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തിയത്. BJP പ്രവർത്തകരും നാട്ടുകാരും തീരദേശവാസികളും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. കടലാക്രമണം രൂക്ഷമായ മേഖലകളിൽ സന്ദർശിച്ച മന്ത്രി നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഞാൻ രണ്ട് സൊല്യൂഷൻ നോക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് കേരളത്തിൽ ഒരു പ്രപ്പോസൽ ഉണ്ട്. അത് ഇവിടുന്ന് നീങ്ങിയിട്ടില്ല. അത് ഞാനൊന്ന് ആക്സലറേറ്റ് ചെയ്യാൻ പോവാണ്. അതൊന്ന്. അതല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് ആൾറെഡി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രോസസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 60-40 ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു ഹാർബർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ കാശ് കൊടുക്കാൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഇവിടെ അത് നീങ്ങിയിട്ടില്ല. അത് കുറച്ച് പുഷ് ചെയ്ത് കാശ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുമാത്രം കടലാക്രമണം രൂക്ഷമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കാറില്ലെന്നും തീരദേശവാസികൾ പരാതിപ്പെട്ടു. അപ്പോൾ നാളെ ഞാൻ ഡൽഹി പോയിട്ട് അദ്ദേഹത്തിന് അയക്കും. മൺഡേ അയച്ച് ഈ ഇവിടുത്തെ മീറ്റിംഗ് മീറ്റിംഗ് രാജേഷ് ഓർഗനൈസ്. എന്നിട്ട് ആ മൺഡേ തിങ്കളാഴ്ച ഇരുന്നിട്ട് ഇത് നമുക്ക് ബൈ എൻഡ് ഓഫ് ഡേ അത് സോൾവ് ചെയ്യണം. സ്ഥലം MP-യായ ശശി തരൂർ പോലും ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. നിരവധി തവണ സംസ്ഥാന സർക്കാരിനും MLA-ക്കും MP-ക്കുമൊക്കെ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനോടകം തന്നെ പല വീടുകളും കടലെടുത്തു കഴിഞ്ഞു. ഇനിയും നിരവധി വീടുകൾ കടലാക്രമണ ഭീതിയിലാണ്. ശാശ്വത പരിഹാരമാണ് ജനങ്ങൾക്ക് ആവശ്യം. കടലാക്രമണം രൂക്ഷമായ മറ്റിടങ്ങളിലെ കടലോരവാസികളും മന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. എല്ലാവരുടെയും പരാതികൾ കേട്ട മന്ത്രി അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. അല്ല, അത് വിടൂ. ഇതൊരു ലെജിറ്റിമേറ്റ് പ്രോബ്ലം ആണ്. ഇത് കുറെ കാലമായിട്ട് ഇത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. എന്നോടൊരു 3-4 ദിവസമായിട്ട് എൻ്റെ പാർട്ടി കോളീഗ്സ് ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസ് മിനിസ്ട്രീൻ്റെ കൂടെ. ഇത് ഞങ്ങൾ ചെയ്യും. ഞാൻ ഇന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതാണ്. ഞാൻ ഈ പ്രോബ്ലം ഏറ്റു. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ കൂടെ പണിയെടുത്തിട്ട് ഇതിനെ സോൾവ് ചെയ്യും ഞങ്ങൾ. വർഷങ്ങൾ ഇത്രയായിട്ടും സംസ്ഥാന സർക്കാരോ സ്ഥലം MP-യോ സംഭവം ഗൗരവമായി എടുക്കാത്തതാണ് തീരം കൂടുതൽ കടലെടുക്കാൻ കാരണമായത്. കടലാക്രമണം രൂക്ഷമായ മേഖലകൾ സന്ദർശിച്ച ശേഷം വിവിധ ദേവാലയങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ സന്ദർശനം നടത്തി. വൈദികർക്കും പറയാനുണ്ടായിരുന്നത് ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു. അവർക്കും കൃത്യമായ ഉറപ്പ് നൽകി മന്ത്രി. തീരദേശവാസികളുടെ പരാതികൾ ഗൗരവപൂർവ്വം തന്നെ സ്വീകരിച്ച മന്ത്രി തിങ്കളാഴ്ചയോടെ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. M5 ന്യൂസ്, തിരുവനന്തപുരം.